ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നോർമലി നമ്മൾ ഈസി തന്നെയാണ്, നോർമലി നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ. കസൂരി മേത്തി ഇട്ടിട്ടുള്ള ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആളനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പൊടികളൊക്കെ എടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. പിന്നെ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലൂസായിട്ട് നമ്മൾ ഇതിൻ്റെ മാവ് തയ്യാറാക്കിയത് കുറച്ച് കട്ടി വേണം കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കിയിട്ട് വേണം നമ്മൾ ഇതൊരു നല്ലൊരു എന്താ പറയുക, നല്ല കട്ട കുത്താത്ത രീതിയിലൊന്ന് ആക്കിയെടുക്കാൻ. ഞാൻ ഇവിടെ മിക്സിയുടെ ജാറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഇളക്കി വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് കട്ട കുത്തുകയാണെങ്കിൽ നമുക്ക് കൈയേറ്റൊന്ന് കുറച്ചും കൂടി ഒന്ന് തുരുമി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിലായിട്ട് കിട്ടണം കേട്ടോ. ഇങ്ങനെ ഈ രീതിയിലായിട്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ദോശ കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കളർ കിട്ടാനും ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ചൂടായ പാനിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഈ ദോശമാവ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ റൗണ്ട് ചുറ്റി എടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിലായതിനു ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോഴും ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തും ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മറിച്ചിടാം. ഇനി ഈ ദോശയിലേക്ക് പറ്റിയ അടിപൊളി ചട്നിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ടൊമാറ്റോ ചട്നി തന്നെയാണ് സാധാരണ നമ്മൾ ദോശയിലേക്കൊക്കെ ഉണ്ടാക്കും ഈ ഒരു തക്കാളി ചട്നി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി, സവാള, പിന്നെ അതുപോലെ തന്നെ 2 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ച് കളർ, അല്ലെങ്കിൽ തക്കാളിയുടെ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ വഴന്ന് വന്നിട്ട് നമുക്ക് അടിച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചട്നി കിട്ടും. അപ്പം ഞാനിവിടെ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ചൂടോടാണ് ഞാൻ അടിച്ചു കൊടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ ദോശയിലേക്ക് നല്ല കോമ്പിനേഷനാണ്, സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ദോശ കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ദോശ ഞാനിവിടെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ദോശയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും അതേപോലെ തന്നെ ഫാമിലീസുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈസി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ ചട്നിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.